നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മൂന് മാത്രമേ ഇനി എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനാവൂ. സഞ്ജനയുടെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നാൽ പിന്നെ ഞാൻ ഉണ്ടാവില്ലെന്ന് ലച്ചുവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇപ്പോൾ നിശ്ചയിച്ച വിവാഹത്തിന് 2 നാൾ മുൻപ് എന്റെ സ്വാതിയുടെ കഴുത്തിൽ എനിക്ക് താലി കെട്ടണം. സഞ്ജുവിന്റെ താലി സഞ്ജനയുടെ കഴുത്തിൽ വീണ സഞ്ജുവിനെ ഏത് വഴിക്ക് കൊണ്ടുപോകണമെന്ന് സഞ്ജനയ്ക്കറിയാം. നീ താമളെ അമ്മയ്ക്ക് ഇതുവരെയും പുറത്തേക്ക് വരാൻ സമയമായില്ലേ? ചേച്ചി ഒന്ന് ക്ഷമിക്ക്. നമ്മളിനി കുറച്ച് ദിവസം കഴിഞ്ഞല്ലേ വരൂ. രത്നമ്മ ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കാം. എല്ലാം വെച്ചോ അച്ഛാ? ഡോർ ലോക്ക് ചെയ്തിട്ട് അമ്മ ഒന്ന് വാ. തിടുക്കപ്പെടാതെ മോളെ. സഞ്ജു ഏത് നേരത്തെ ഇങ്ങോട്ട് വരും. സഞ്ജു എത്തുന്നതിന് മുൻപ് എനിക്കൊന്ന് പോയി കിട്ടിയാൽ മതി. 2 ദിവസത്തിനുള്ളിൽ വീടും പരിസരവും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചേക്കണേ. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ തറവാട്ടിലായിരുന്നപ്പോ ഞാൻ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്തിരുന്നതല്ലേ. ആരന്വേഷിച്ചു വന്നാലും ഞങ്ങൾ എവിടെയാ പോയെന്ന് പറയരുത്. ഇല്ല സാറേ. പിന്നെ പോകുന്ന എവിടെയാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടും ഇല്ലല്ലോ. ഏതോ ഹോസ്പിറ്റലിലേക്കാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, മോള് തിരികെ വരുന്നത് പഴയ ശ്രീകുട്ടി മോളായിട്ട് എനിക്ക് കാണാൻ ദേവി ഭാഗ്യം തരട്ടെ. അങ്ങനെ തന്നെ ചേച്ചി വരും. പക്ഷേ ചേച്ചി ആദ്യം വരുന്നത് ഈ വീട്ടിലേക്കാവില്ല. പോവാ അച്ഛാ. അമ്മ കേറുന്നുണ്ടോ? മോള് കയറിക്കും. എന്താ മോനെ, ഇവിടെ ആരുമില്ല. നിങ്ങളോട് അങ്ങനെ പറയാൻ ആരാ പറഞ്ഞത്? മാറിന്നേ. സ്വാതി, ഞാൻ സത്യം മോനെ പറഞ്ഞത്. അവരെല്ലാം ഇത്തിരി മുമ്പ് ഇവിടുന്ന് പോയി. വീട് നോക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. അവരൊക്കെ മംഗലശ്ശേരിയിലായിരുന്നപ്പോഴും ഞാനല്ലേ വീട് നോക്കിയത്. അപ്പോ പ്രതീക്ഷിച്ചതുപോലെ കാമുകിയെ കാണാനുള്ള വരവാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.